ടോക്ക് വിത്ത് ഉനൈസ് മൈനാടി എന്ന ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ദി മാൻ ഓഫ് ഹോസ്പിറ്റാലിറ്റി എന്നറിയപ്പെടുന്ന ബൈത്താൻസിൻ്റെ സ്വന്തം ജമാൽ ബൈത്താൻ. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സർ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൈത്താൻസ് ഗ്രൂപ്പ്, അതിൻ്റെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെഗസി അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനം എങ്ങനെയായിരുന്നു സർ? ബൈത്താൻ എന്നാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരാണ്. അത് എൻ്റെ അങ്കിളായിട്ട് അനീഫ് ബൈത്താനായിട്ട് തുടങ്ങി വെച്ചതാണ് ഇത് ബൈത്താൻസ് ഗ്രൂപ്പ് എന്നുള്ള പേരിൽ. നമ്മൾ മെയിൻലി ഹോസ്പിറ്റാലിറ്റിയാണ്, ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്, റിസോർട്ട് അങ്ങനെയൊക്കെ നാട്ടിലും ഇവിടെയായിട്ട് ചെയ്യുന്നുണ്ട്. 2001-2 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് അവർ തുടങ്ങിയത്. അതുമുതൽ ഇന്ന് വരെ നമ്മളിങ്ങനെ പോകുന്നുണ്ട്. ഞാനും നമ്മളെ കസിൻ ബ്രദറും പിന്നെ എൻ്റെ അഞ്ചനൊക്കെ കൂടിയിട്ട് ഇൻവോൾവ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ഫാമിലി ബിസിനസ് പോലെ തന്നെ ബൈത്താൻസ് എന്ന ആ ഒരു ഫാമിലി ചെയിൻ തന്നെ നിങ്ങളത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഫാമിലി ബിസിനസ്സാണോ എന്ന് വെച്ചാലല്ല, നമ്മൾ അങ്കിളായിട്ട് തുടങ്ങി, പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമ്മളായിട്ട് കുറച്ച് അങ്ങനെ ചെയ്തു. ഇപ്പം നമ്മളെ കൂടെ നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇൻവോൾവ് ആണ്. നമ്മുടെ കസിൻ ബ്രദേഴ്സ് ആയി കഴിഞ്ഞാലും നമ്മുടെ മരുമക്കളായി കഴിഞ്ഞാലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ സർ, ബൈത്താൻസ് വല്ലിപ്പാൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ബേസ് എവിടെയായിരുന്നു ശരിക്കും കേരളത്തിൽ? കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂര് അവിടുന്ന്. അപ്പോൾ വല്ലിപ്പാൻ്റെ ആ ഒരു വിഷൻ അല്ലെങ്കിൽ ബൈത്താൻസ് ഗ്രൂപ്പ് ഇന്നും നിങ്ങളെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഒരു ലെഗസി കൊണ്ടുപോകുന്നത് ബൈത്താൻസ് ടീം അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതെ. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൗഢി അല്ലെങ്കിൽ വല്ലിപ്പ കാണിച്ചു തന്ന പല മാതൃകകൾ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പകർത്തുന്ന അങ്ങനെ എന്തെങ്കിലും വല്ലിപ്പാൻ്റെ ഓർമ്മകളായിട്ട് അങ്ങനെ ഉണ്ടോ? മൂപ്പർ ഭയങ്കര നോ പ്രോബ്ലം ഫിലോസഫിക്കാരനായിരുന്നു. എന്തിനോടും അങ്ങനെ എന്തായിക്കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല, സാരമില്ല എന്നുള്ള ഒരു മനോഭാവമായിരുന്നു. ഒരു ചെറിയ കഥ വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അന്ന് ജമാഅത്തിന്. അപ്പോൾ അന്ന് ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ ഒരു മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സെയിം ടൈമിൽ ആ ഏരിയയിൽ ഒരു ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ കൂടെ ഗവൺമെൻറ് പാസ്സാക്കി. ആരെങ്കിലും അത് കെട്ടിടം നിർമ്മിച്ചോ, അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, കെട്ടിടം നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആയുർവേദ ഹോസ്പിറ്റൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ജമാഅത്ത് കമ്മിറ്റി എന്തായാലും മദ്രസിനാണല്ലോ ഇമ്പോർട്ടൻ്റ് കൊടുക്കൽ. അപ്പോൾ മൂപ്പർ പറഞ്ഞു, മദ്രസ് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് മാത്രമല്ല പഠിക്കാൻ പറ്റും. ഹോസ്പിറ്റലാകുമ്പം എല്ലാവർക്കും, എല്ലാ മതസ്ഥർക്കും, എല്ലാ ജാതിക്കാർക്കും, എല്ലാ സമൂഹത്തിൻ്റെ നാനാതുറമകളിൽ എല്ലാവർക്കും അതൊരു ഉപയോഗപ്പെടുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞത്. അത് ഒരു വലിയ, ആ കാലഘട്ടത്തിൽ നിന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതൊക്കെ നമ്മൾക്കൊരു വലിയ മാതൃകയാണ്. അങ്ങനെ ഒരുപാട് അതുപോലുള്ള കാര്യങ്ങളിൽ മൂപ്പർ നമ്മൾക്കൊരു വഴികാട്ടിയാണ്. ശരിക്കും ജമാൽ സാർ ഈ പറഞ്ഞ പോലെ വല്ലിപ്പാൻ്റെ അന്നത്തെ വിഷൻ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അന്നത്തെ കാലഘട്ടത്തെ ആ ഒരു വിഷൻ അന്ന് ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ കാസർഗോഡ് ജില്ലേനെ സംബന്ധിച്ചിടത്തോളം ഇന്നും വളരെ വ്യക്തമായ ആതുര സേവന രംഗത്ത് ആരോഗ്യ മേഖലയിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നോ എങ്കിൽ അന്നത്തെ അല്ലെങ്കിൽ ആ ഒരു മാറ്റം നമ്മൾക്ക് കാണുന്നില്ല. പക്ഷെ നിങ്ങളെ വല്ലിപ്പാനെ പോലെയുള്ള ആൾക്കാർക്ക് അന്ന് ആ വിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കാലം ഇത്ര പിന്നിട്ടിട്ട് പോലും ഒരു പക്ഷേ അന്നത്തെ ആ ഒരു നിശ്ചയദാർഢ്യം, ദീർഘവീക്ഷണം പോലെ ഒരു സംഭവം നമ്മുടെ ജില്ലയ്ക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു യാഥാർത്ഥ്യമല്ലേ ജമാൽ സാർ? യുനിസ് ഭായ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മളെ എൻഡോസൾഫാൻ ബാധിതരായ ഒരുപാട് ജനങ്ങളുള്ള കാസർഗോഡ് ജില്ലയിൽ ഇപ്പോഴും ഈ ഹെൽത്ത് സെക്ടർ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. അത് എന്തോ നമ്മൾ ഒരു രണ്ടാനമ്മക്ക് ജനിച്ചതുപോലെയാണ് കാസർഗോഡിനെ പലപ്പോഴും കേരളം കാണുന്നത്. അപ്പം അത് നമ്മൾ പൊരുതി വാങ്ങാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരറിഞ്ഞു തരാഞ്ഞിട്ടോ എന്താണ് അതിൻ്റെ കുറവെന്നറിയില്ല. എന്തായാലും അതിനു വേണ്ടി കാസർഗോഡുള്ള എല്ലാവരും ശ്രമിക്കണം. ആ ഒരു മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, മറ്റ് ബിസിനസ്സിലായിക്കഴിഞ്ഞാൽ ഈവൻ ഒരു മീഡിയ പോലും നമ്മുടെ കാസർഗോഡത്തിൽ വലിയ പ്രയാസമാണ്. ഈ ഒരു ടോപ്പിക്ക് വന്നത് തന്നെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് വല്ലിപ്പാൻ്റെ ആ ഒരു വിഷൻ അല്ലെങ്കിൽ അത്രയും ലോങ് വിഷൻ അന്നുണ്ടായിരുന്ന ആൾക്ക് പോലും ഉള്ള ഒരു സംഭവം ഇന്ന് എത്തിയില്ല, നമ്മൾക്ക് കിട്ടിയില്ല. ഈ ഒരു ജനറേഷനിൽ നിൽക്കുമ്പോൾ അതൊരു വിധിയാണോ അല്ലെങ്കിൽ നമ്മളോട് മുഖം തിരിച്ച് കാണിക്കുന്ന അഭാവത്തോടെ ഉള്ള ഒരു നമ്മുടെ നിന്ദിക്കുന്നതാണോ എന്താണെങ്കിലും മനസ്സിലാവുന്നില്ല. പക്ഷേ ജമാൽ സാർ ഇപ്പോൾ ഹോസ്പിറ്റലും കൂടി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ അല്ലെങ്കിൽ വരാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത സംഭവം അല്ല കാസർഗോഡ്, പക്ഷെ നമ്മളെ അവഗണിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഞാൻ വല്ലിപ്പയിലേക്ക് വരാം.
സർ. അപ്പോൾ അദ്ദേഹം കാണിച്ചു തന്ന അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ പകർത്തേണ്ട അങ്ങനെ ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് ചില സംഭവങ്ങളെങ്കിലും ഉണ്ടോ? ഒന്ന്, സത്യസന്ധതയിൽ ജീവിക്കണം. ഒരു ഷോർട്ട് കട്ടിലൂടെയോ ഒരു വളഞ്ഞ വഴിയിലൂടെയോ ഒപ്പം പോകരുത്, അതൊരുപാട് കാലം നീണ്ടുപോകില്ല എന്നുള്ള കാര്യം എപ്പോൾ നമ്മൾക്ക് പഠിപ്പിക്കുമായിരുന്നു. അത് നമ്മളെ ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ജനങ്ങളോടൊക്കെ ഒരുപോലെ എല്ലാവരെയും കാണണം, ജനങ്ങളോടൊക്കെ നന്നായി പെരുമാറണം, പിന്നെ നമ്മളുടെ വിനയവും കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കണം. ഇതൊക്കെ എപ്പോഴും പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. അതൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എത്രത്തോളം അവരോളം നമ്മൾക്ക് പറ്റുമോ അറിയില്ല. ഇൻഷാ അല്ലാ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രമിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ യു എയിലൊക്കെ ആദ്യം വരുന്ന സമയത്തൊക്കെ പലപ്പോഴും പല പരിപാടികളിലും ജമാൽ സാറ് കാണുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി ആരാണോ എന്താണോ എന്നൊന്നും അറിയില്ല. പക്ഷെ പല പരിപാടികളിലും വേദികളിലും മറ്റുമൊക്കെ കണ്ട് അത്യാവശ്യം വേണ്ട സംഭവങ്ങൾ അത് ചെയ്ത് ആ സ്റ്റേജിൽ നിന്ന് മാറി പെട്ടെന്ന് ഒഴിവാകും. എന്നാൽ പലപ്പോഴും മറ്റേ നമ്മുടെ ഡയാലിസിസ് മെഷീൻ അതുപോലെയുള്ള ആതുര മേഖലകളിൽ സഹായിക്കുന്ന മേഖലകളിൽ ഒക്കെ നിറസാന്നിധ്യമാണ്. പക്ഷേ എനിക്ക് അത്രയും അറിയില്ലായിരുന്നു ഞാൻ വന്ന ടൈമിലൊക്കെ. അപ്പോൾ അത് ഒരു പക്ഷേ വല്ലിപ്പ കാണിച്ചു തന്ന മാതൃക ഫോളോ അപ്പ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കാം. അതേപോലെ ജമാൽ സർ, നമ്മൾ ഇപ്പോൾ പലപ്പോഴും ജമാൽ സാറിനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്, പ്ലേസ് ചെയ്യപ്പെടുന്നത് ദി മാൻ ഓഫ് ഹോസ്പിറ്റാലിറ്റി എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും കാസർഗോഡ് പോലെയുള്ള നമ്മുടെ ജില്ലയിൽ നിന്നും വന്ന ആൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്ത് അത്രയും കോമ്പറ്റീഷൻ പോലുമുള്ള ഇതുപോലെയുള്ള ഒരു രാജ്യത്ത് പിടിച്ചു നിൽക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന അതിൻ്റെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ എങ്ങനെ തരണം ചെയ്തു? യു എനെ സംബന്ധിച്ചിടത്തോളം ദുബായ്, ഷാർജ, അജ്മാനൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളിവിടെ ബിസിനസ് ചെയ്യുന്നതിൽ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി നിറഞ്ഞ നാടാണ്. നമ്മൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഈ രാജ്യം നമ്മൾക്ക് റിട്ടേൺ തരും, തിരിച്ച് തരിക തന്നെ ചെയ്യും. പിന്നെ സ്ട്രഗിള് നമ്മൾക്കുണ്ടായത് നമ്മളെ ഇൻഡസ്ട്രിക്കാന്ന് ലോകത്തെന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ഈ ടൂറിസത്തിനെ ബിസിനസ്സുകാരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ഇൻഡസ്ട്രിക്ക് അത് ആദ്യം ബാധിക്കും. ഇപ്പോൾ 2008 ഗ്ലോബൽ റിസഷൻ വന്നേരം അതും നമ്മൾക്ക് ചെറുങ്ങനെ ബാധിച്ചു. അന്ന് നമ്മളുടെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ പോയി. പിന്നെ കൊറോണ വന്നപ്പോൾ ഓഫ് കോഴ്സ് അന്നും നമ്മൾക്കത് ബാധിച്ചിരുന്നു. പക്ഷേ നമ്മൾക്കന്ന് പിടിച്ച് നിൽക്കാൻ പറ്റി. മിനിസ്റ്ററിക്കൊക്കെ പിന്നെ എംഒഎച്ചിനൊക്കെ നമ്മളുടെ ഹോട്ടലുകളൊക്കെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് കേസിനൊക്കെ കൊടുക്കാൻ ഐസൊലേഷനും ക്വാറൻറ്റൈനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ എല്ലാ ഹോട്ടൽസും അന്ന് നമ്മൾ സാലറി സ്റ്റാഫിനൊക്കെ ഒരു മാസം 1.5 മാസത്തെ സാലറിയൊക്കെ കൊടുത്ത് പിടിച്ച് നിർത്തി. സാധാരണ എല്ലാവരും സാലറി കുറച്ചപ്പോൾ നമ്മൾ സാലറി ഹൈക്ക് ചെയ്തതിന് എല്ലാവരും സാലറി 50% ഒക്കെ ആക്കി കുറച്ച സമയത്ത് നമ്മൾ 1.5% അഥവാ ഒരു മാസത്തേക്ക് 1.5 മാസത്തെ സാലറി കൊടുത്തിട്ട് സ്റ്റാഫിനെയൊക്കെ അവിടെ തന്നെ നിർത്തി കൂടെ നിർത്താൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് കേസിന് അന്ന് റൂം കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ PPE കിറ്റും കാര്യങ്ങളും ഇതൊക്കെ ചെയ്ത് നമ്മളുടെ ഹോട്ടലിൻ്റെ മേലെ തന്നെ ഒരു ചെറിയ ക്ലിനിക്കൊക്കെ സെറ്റപ്പ് ചെയ്ത് പിന്നെ എല്ലാവർക്കും പോസിറ്റീവ് കേസും അങ്ങനെ ഐസൊലേഷനും ക്വാറൻറ്റൈനും ഒക്കെ നമ്മൾ ഹോട്ടലൊക്കെ കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ കോവിഡ് എന്ന മഹാമാരിയെ മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ടീമിനും വേണ്ടി ഫ്രണ്ട് ലൈനിൽ നിന്നുകൊണ്ട് അത് സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് മുന്നിട്ടിറങ്ങിയതും ജമാൽ സാർ തന്നെയായിരുന്നു. നമ്മുടെ ആ സമയത്ത് കോവിഡ് എന്ന സമയത്ത് എല്ലാവരും പതറിയ സമയത്ത് നമ്മളൊരു ടീം വർക്ക്, നമ്മളുടെ സ്റ്റാഫും നമ്മളുടെ മാനേജർമാരും കാര്യങ്ങളും ഒന്നിച്ചു നിന്ന് പൊരുതി വിജയിച്ചത് തന്നെയാണ്. നമ്മൾക്കറിയാം നമ്മുടെ പുതിയൊരു ജനറേഷൻ ഇപ്പോൾ ജമാൽ സാർ ദുബൈയിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ UAE പ്രവാസിയാവുന്ന ഒരു സമയത്തുണ്ടായിരുന്ന ടെക്നോളജി അത് നമുക്കറിയാം. അതേപോലെ തന്നെ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു ടെക്നോളജിയുടെ വളർച്ചയും അത് രണ്ടും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെ തോന്നുന്നു സർ? ഞാൻ വരുമ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഡോസ് ബേസ്ഡ് ആയിരുന്നു. നമുക്കറിയുമെന്നറിയില്ല, അന്ന് മൗസൊന്നുമില്ല. പിന്നെ ഇപ്പം അതിൽ നിന്നൊക്കെ എത്രയോ ദൂരം പോയി. 1997 ഞാൻ ഇവിടത്തേക്ക് ആദ്യം വന്നത്. എനിക്ക് തോന്നുന്നു 96 ഇൻ്റർനെറ്റ് തന്നെ ഇവിടത്തേക്ക് വരുന്നത്. 64 KB ആണ് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ്. ഇന്ന് എത്ര GB എത്ര ടെറാന്നൊന്നും പറയാൻ പറ്റാത്ത അത്രക്ക് സ്പീഡൊക്കെ കഴിയും. അന്നൊരു മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോപ്പി 1.44 KB ഒരു ഫ്ലോപ്പിയാണ്. ആകെ നമുക്കൊരു എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് എടുത്ത് വെക്കാൻ പറ്റില്ല. അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി.
നമ്മൾ ടെക്നോളജിയിലേക്ക് എപ്പോഴും ചേർന്ന് നിൽക്കണം. ടെക്നോളജിയിലേക്ക് ചേർന്ന് നിൽക്കാതെ നമ്മൾ ഡിവൈസ് മാത്രം മാറ്റിയതിനെ കൊണ്ട് കാര്യമില്ല. നമ്മളുടെ ചെയ്യുന്ന പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റണം. സാധാരണ ടെക്നോളജി മാറുമ്പോൾ നമ്മളുടെ ഡിവൈസ് മാറ്റി ഇല്ലെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടർ മാറ്റിയതിനെ കൊണ്ട് മാത്രം കാര്യമില്ല. അതിലേക്ക് നമ്മളും മൈഗ്രേറ്റ് ആവണം. എന്നാൽ മാത്രമേ പിന്നെ എൻ്റെ ഒരു ഇത് കാഴ്ചപ്പാട് നമ്മളും അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് സംശയമാണ്. ബിസിനസ്സിൽ എപ്പോഴും പിടിച്ചു നിൽക്കൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ പറ്റും. അതേപോലെ ജമാൽ സാർ വരുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ യു എയിലേക്ക്, അന്നത്തെ കാലത്ത് നിങ്ങളുടെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു? അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ലെവൽ കഴിഞ്ഞു, പിന്നീട് പ്രവാസി ആവുക തന്നെയാണോ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും എൻറ്റിറ്റിയിലോ ഗവൺമെൻറ് സെർവൻ്റായി പോകണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് പ്രത്യേകിച്ച് നമ്മൾ കാസർഗോഡുകാർക്കിടയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടോ? കാസർഗോഡുകാർക്ക് ഇടയിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ അന്ന് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഗവൺമെൻറ് സെക്ടറിൽ പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർഡ് ആയി കഴിഞ്ഞാലും പെൻഷൻ കിട്ടും, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ ആശ്രിതർക്ക് അത് കിട്ടും എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഒരു സേഫ് സോൺ എന്നുള്ള തരത്തിൽ ജനങ്ങൾക്ക് പൊതുവേ ഉണ്ടായിരുന്നു. പക്ഷേ കാസർഗോഡുകാർക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. എന്നാൽ അതിലേക്കൊരു ഫോക്കസ് അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ നിന്നോ പാരൻസിൻ്റെ ഇടയിൽ നിന്നോ ഗവൺമെൻറ് സർവീസിലേക്ക് തന്നെ പോകണം എന്നുള്ള ഒരു ഫോഴ്സോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു കോച്ചിങ് സെൻറ്റർ പോലെ ഇപ്പോൾ പലയിടത്തും ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ പുതിയതായിട്ട് സോഷ്യൽ മീഡിയയിൽ വെച്ച് അത് കണ്ട് പഠിക്കാനും പറ്റും. പക്ഷെ അന്നൊക്കെ ഈ ഒരു ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത് ഒരു പക്ഷേ എങ്ങനെ നമ്മൾ ഗവൺമെൻറ് സർവൻ്റ് ആവണം, അതിൻ്റെ പോരായ്മ കാരണം ഒരു പക്ഷേ പ്രവാസിയായ കുറേ ആൾക്കാർ അങ്ങനെ വന്ന് കാണുമോ? അന്ന് അതിൻ്റെ പോരായ്മയെന്ന് പറഞ്ഞുകൂടാ. നാട്ടിൽ അന്ന് ജോബ് ഇത്ര തന്നെ ഇല്ലല്ലോ. അന്ന് ജോബ് ഇല്ലാത്തത് കൊണ്ട് പ്രവാസി അതിന്. പക്ഷേ അത് പണ്ടാര പറഞ്ഞ ഉർവശി ശാപം ഉപകാരത്തിന് എന്നുള്ള പറഞ്ഞതുപോലെ കേരളത്തിന് അത് എന്തുകൊണ്ട് ഗുണമുണ്ടായിട്ടും ഇത്രയും ആൾ പ്രവാസി ആയതുകൊണ്ട് നമ്മളെ റെമ്യൂണറേഷനൊക്കെ കേരളത്തിലേക്ക് വരുന്ന എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ടോപ്പ് റെമ്യൂണറേഷൻ കേരളത്തിലേക്കാണ് വരുന്നത്. അതൊക്കെ കൊണ്ട് നമ്മളെ കേരളം തന്നെ മെച്ചപ്പെട്ട രീതിയിൽ ജീവിത സാഹചര്യങ്ങളായാലും മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടായിന്. ഒക്കെ പിന്നെ ഗവൺമെൻറ് ജോബ് ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അന്ന് അങ്ങനെ കിട്ടാത്തത് കൊണ്ട് ഇവിടെ വന്ന് പ്രവാസം അനുഭവിച്ച് അവരിന്ന് ബിസിനസ്സുകാരും വലിയ അല്ല മറ്റു തലങ്ങളിൽ ഒരുപാട് നല്ല നല്ല തലങ്ങളിൽ കാഴ്ചപ്പാട് തന്നെ മാറി. നമ്മൾ ചുരുങ്ങിയ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാവും കേരളത്തിൽ നിന്ന് കാണുന്ന സ്വപ്നത്തിനേക്കാൾ വലിയ സ്വപ്നം ദുബൈയിൽ നിന്ന് എന്തായാലും കാണാൻ പറ്റും. അതേപോലെ സാർ ഇപ്പോൾ പുതിയ വരുന്ന ഒരുപാട് കുട്ടികൾ, പുതിയ ജനറേഷനിലെ കുട്ടികൾ ഒരു പക്ഷേ ജമാൽ സാർ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടാവും, നിങ്ങളൊന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അന്ന് ജമാൽ സർ ഒരു ജോബോ കാര്യങ്ങളോ ചെയ്യുന്ന ആ ഒരു ടൈമും എന്നാൽ പുതിയതായിട്ട് ഇപ്പോൾ വരുന്ന കുട്ടികളുടെ ഒരു വിഷൻ അല്ലെങ്കിൽ അവരുടെ ജോബിൻ്റെ ഒരു മെത്തേഡ് അതൊക്കെ എങ്ങനെയാണ് സാർ? അല്ല, നമ്മൾ എന്തിനാന്ന് പഠിക്കുന്നത് പിള്ളേർക്ക് പലപ്പോഴും അറിയില്ല. പിള്ളേർ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും നാട്ടിൽ നിന്ന് +2 കഴിഞ്ഞ് ഇനി പഠിക്കുന്ന കൊമേഴ്സ് പഠിച്ചിട്ട് ഞാൻ എന്താണെന്നാകാൻ പോകുന്നു ചിലപ്പം പല കുട്ടികൾക്കും ഐഡിയ ഇല്ല. അതിന് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കായിട്ടൊന്നും അറിയില്ല. ഇവിടെ എത്തിയിട്ട് ഞങ്ങളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പം അവർ കൊമേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പം BCom MCom ഒക്കെ കഴിഞ്ഞിട്ട് അക്കൗണ്ടൻ്റ് ആകാൻ ഇവിടെ വന്നിട്ട് അവരോട് ചോദിക്കും നിങ്ങൾക്ക് ടാലി അറിയാം ഇല്ല, പീച്ചട്രി അറിയാം ഇല്ല, സാപ്പ് അറിയാം ഇല്ല, ഇതൊന്നും അറിയില്ല. ഇത് പിന്നെ ഞാൻ ചോദിക്കും എങ്ങനെ നിങ്ങളിത് ചെയ്യും, നിങ്ങൾ പഴയ ബുക്കിൽ എഴുതി വെക്കേണ്ട പരിപാടിയാണോ? അപ്പോൾ അത് ആ കുട്ടികൾക്ക് ആ ഒരു തരത്തിലുള്ള ഒരു അവയർനെസ് നാട്ടിൽ നിന്ന് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. കുട്ടികൾക്ക് അത് നമ്മളൊക്കെ പോയിട്ട് നാട്ടിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങോട്ട് അത്ര ആ സീരിയസ്നെസ്സിൽ എടുക്കുകയും ചെയ്യില്ല. ഇവനാര് പറയാതിൽ നിൽക്ക്. ശരിക്കും ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് സർ, ചില HR ആളെ കൊടുക്കുമ്പോൾ ഓക്കെ റാങ്കും സർട്ടിഫിക്കറ്റും അതിൻ്റെ ഒരു ബാണ്ടക്കെട്ടുകൾ തന്നെ ഉണ്ടാവും. പക്ഷേ അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് വാക്കൻസിയിലേക്ക് നമ്മൾ ഒരാളെ എടുക്കുമ്പോൾ അയാൾ ഈ വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ നോക്കുന്നതല്ലേ പലപ്പോഴും. അപ്പം അങ്ങനെ ഒരു അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ സിലബസിൻ്റെയോ അല്ലെങ്കിൽ ഒരു കമ്പനി ഓപ്പറേഷൻ ഒരു ടെക്നിക്കലി അങ്ങനെ ഒരു സംഭവം കൊടുക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. കുട്ടികൾക്ക് അക്കൗണ്ടൻസി ബുക്കിൽ ജമാൽ സാർ പറഞ്ഞ പോലെ ബുക്കിൽ എഴുതി അവസാനം ഫൈനൽ ബാലൻസ് ഷീറ്റും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കമ്പനീൻ്റെ വർക്കിൻ പോലെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് സെയിം ലൈക്ക് ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നത് പോലെ അങ്ങനെ ഒരു സിലബസിൻ്റെ പോരായ്മ ആയിക്കോട്ടെ. സിലബസ് അപ്ഡേറ്റ് അല്ല എന്നുള്ള എനിക്ക് എൻ്റെ പേഴ്സണലായ ഒരു ഇതാണ്. സിലബസ് കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. അത് ഞാൻ മാത്രം പറയുന്നതല്ല, ചിലപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതൊരു പോരായ്മയാണ്. അത് കൂടാതെ നമ്മുടെ കുട്ടികളും ഒന്ന് മനസ്സിലാക്കി വരണം. ഇപ്പം സിലബസിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇൻഫർമേഷൻ ലഭിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു വലിയൊരു ചാലഞ്ചൊന്നുമല്ല. അവരവരുടെ വിരൽത്തുമ്പിൽ തന്നെ ഇൻഫർമേഷൻ ഉണ്ടല്ലോ. ഏത് ലോകത്തുള്ള ഏത് കാര്യങ്ങളും അവരവർക്ക് അറിയാൻ പറ്റുന്ന കാലഘട്ടത്തിൽ നിന്നിട്ടാണ് അവർ ആ കാലത്താണ് ജീവിക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടായാൽ മതി.
അപ്പോൾ നമ്മളെക്കാൾ മികച്ച ആളോടൊക്കെയാണ് നമ്മൾ കോമ്പറ്റേറ്റ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പുറത്തേക്ക്, ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പോകാൻ ആഗ്രഹമില്ലവരാണെങ്കിൽ നമ്മളെ മറ്റ് രാജ്യക്കാർ നമ്മളെക്കാൾ ഒരുപാട് സ്കില്ലും ഒരുപാട് നോളജൊക്കെ ഇല്ലവരോടാണ് നമ്മൾ പിടിച്ചു നിൽക്കേണ്ടത് എന്നുള്ള ബോധത്തോടു കൂടി തന്നെ ഇങ്ങോട്ട് പഠിച്ചു വരണം. അപ്പം പലപ്പോഴും ഇൻഫർമേറ്റീവ് ആകുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്കിൽഡ് ആവുക എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യണം. ഇൻഫർമേഷൻ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ വിരൽത്തുമ്പിലുണ്ട്. അപ്പം സ്കിൽഡ് കൂടി ആവണം. അതേപോലെ തന്നെ സാർ, പുതിയൊരു കുട്ടികൾ പഠിച്ചു വരുമ്പോൾ ഒരുപാട് കോഴ്സുകൾ ഇന്നുണ്ട് നമ്മളറിയാത്ത. മുമ്പൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മളെ പാരൻസ് ഫോഴ്സ് ചെയ്യുക, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ പർട്ടിക്കുലർ കോഴ്സസ് മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്കറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാത്ത എത്രയോ അഡ്വാൻസ്ഡ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ അത്തരം കോഴ്സുകൾ ഒരു പരിധിക്കപ്പുറത്ത് നമ്മളെ കേരളത്തിലോ പ്രത്യേകിച്ച് കാസർഗോട്ടോ ടെക്നിക്കൽ കോഴ്സസ്, അതിൻ്റെയൊക്കെ ഒരു അവയർനെസ് അല്ലെങ്കിൽ അതൊക്കെയും നമ്മളുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ സർ? പുതിയ കോഴ്സും കാര്യങ്ങളൊക്കെ കോഴ്സൊക്കെ എത്തിയിട്ടില്ലെങ്കിലും കോഴ്സിലടത്തിലേക്ക് പോയിട്ട് കുട്ടികൾ പഠിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മളെ ഈ ഏറ്റവും പുതിയ ജനറേഷൻ ഉണ്ടല്ലോ, ഈ പിന്നെ എന്താ പറയുന്നത്, ജെൻസിക്കും അപ്പുറമില്ല, ആൽഫാവും ബീറ്റ ഒക്കെ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും പിന്നെ ഇനി പഠിപ്പിക്കേണ്ട തന്നെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവർ ഒരുപാട് മുന്നിലാണ്. നമ്മളൊക്കെ ഈ ടെക്നോളജിയുടെ യുഗത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്. അവരിലത്തെ ഒറിജിനാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയാം. നമ്മളെയൊക്കെ വീട്ടിലുള്ള എഞ്ചിനീയർമാർ അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയായിരിക്കും. എൻ്റെ മൊബൈൽ ശരിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ശരിയില്ലെങ്കിൽ അവൻ്റെ കയ്യിലാണ് കൊടുക്കൽ, ഇല്ലെങ്കിൽ അവളുടെ കയ്യിലാണ് കൊടുക്കൽ, അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിയാണ്. അപ്പോൾ അത് ഓരോരോ വീട്ടിലുള്ള എഞ്ചിനീയർ ഞാൻ പറയാറുണ്ട് അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയായിരിക്കും. അപ്പം ആ പുതിയ കുട്ടികൾക്ക് ഇനി സിലബസ് ഉണ്ടായാലും സിലബസ് ഇല്ലെങ്കിലും, കോഴ്സ് ഉണ്ടായാലും കോഴ്സ് ഇല്ലെങ്കിലും അവർ വേറെ ലെവലിലേക്ക് പോകും, അത് ഉറപ്പന്നെ. അതായത് സർ, ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളും കൂടിയാണ്. പലപ്പോഴും നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ തന്നെ പുതിയ ടെക്നോളജിയുടെ വളർച്ചയും കാര്യങ്ങളും പലതും കണ്ടതാണ്. UAE തന്നെ ഓരോ വളർച്ചയിലും കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കണ്ട ആൾക്കാർ കൂടി. അങ്ങനെ ആകുമ്പോൾ സർ, പലപ്പോഴും ഈ ഒരു വികസനങ്ങൾ, ഇതിൻ്റെ ഒരു മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെയെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വരണം എന്ന് അതിയായി ആശിച്ച എന്തെങ്കിലും ഒരു സംഭവങ്ങളുണ്ടോ? ടൂറിസം, കേരളം എസ്പെഷ്യലി കേരളത്തിന് ടൂറിസം ഇൻഡസ്ട്രിക്ക് വലിയ പൊട്ടൻഷ്യലിലാണ് ടൂറിസം ഇൻഡസ്ട്രി. അഥവാ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് ടൂറിസത്തിന് നമ്മളെ 3-4 ഇൻഡസ്ട്രി കേരളത്തിൽ നന്നായിട്ട്, അല്ല എൻ്റെ ഒരു മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്: സ്പോർട്സ്, എഡ്യൂക്കേഷൻ, ടൂറിസം, ഹെൽത്ത് കെയർ, IT, അതേപോലെ സ്പൈസസും കൂടെ. സ്പൈസസ് കേരളത്തിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പൈസസ് കേരളത്തിൽ നിന്നാണല്ലോ പുറത്തേക്ക് പോകുന്നത്. ഇത്രയും ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ബ്രാൻഡിങ് ലെവലിലേക്ക് കേരളത്തിന് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ സർ, ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? അല്ല, ഒരുപാട് ഇൻഡസ്ട്രിക്ക് പുതിയ ടെക്നോളജി വെല്ലുവിളിയാകാറുണ്ട്. പുതിയ ടെക്നോളജി വന്നിട്ട് ഈ പഴയ സ്റ്റൈൽ ബിസിനസ്സിനെ വിഴുങ്ങാറുണ്ട്. പക്ഷെ നമ്മളത് എനിക്ക് തോന്നുന്നില്ല അതിനെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജിയിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നാത്തത് കൊണ്ട് തന്നെ ഇതിന് നിലവിൽ സാധ്യത. പക്ഷേ അപ്ഡേറ്റ് ചെയ്യണം, നമ്മളുടെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങൾ, റിസർവേഷൻ കാര്യങ്ങൾ, ടെക്നോളജി നമ്മളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. കാലഘട്ടത്തിൻ്റെതായ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്തായാലും. പക്ഷേ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല. നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ സ്റ്റേ ചെയ്യാൻ എന്തായാലും ടെക്നോളജിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ചെറിയ ക്യാബ് അങ്ങനത്തെ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പം അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ ജമാൽ സാർ പല വേദികളിലും നിറസാന്നിധ്യമാണ്. നാട്ടിലെ കുട്ടികളുടെ ഇടയിലാണെങ്കിലും ക്ലബിലാണെങ്കിലും ആതുര സേവന രംഗത്താണെങ്കിലും എല്ലാ മേഖലകളിലും സജീവമായ ഒരു സാന്നിധ്യം കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടൈം ഷെഡ്യൂൾ എങ്ങനെയാണ് സർ? ഇത്രയും സ്ഥാപനങ്ങളുണ്ട്, എന്നാൽ വീട്ടിലും പരിപാടികളിലും എല്ലായിടത്തും കാണാറുണ്ട്. ടൈം മാനേജ്മെൻറ്റ് അതെങ്ങനെ കീപ്പ് ചെയ്യുന്നു? അല്ല, നമ്മളൊന്നും അങ്ങനെ അതൊക്കെ നമ്മളെ കേരളത്തിലെ രാഷ്ട്രീയക്കാരെയൊക്കെ നോക്കിയാൽ പോലെ. നമ്മളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എന്തെന്ന് അവരൊക്കെ എത്ര സ്റ്റേജിൽ ഒരു ദിവസം അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അവർക്ക് പക്ഷേ മറ്റു ബിസിനസ്സുകളില്ല. അല്ല, നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ ആവശ്യം എത്രയാണോ അത്രയാണെന്ന് നമ്മൾക്കുള്ള സമയം. നീ അല്ല ടൈം അറിയാമല്ല, സമയം അപേക്ഷിക്കാന്നല്ല. പ്രയോറിറ്റി വൈസ് പ്രയോറിറ്റി തന്നെ. പ്രയോറിറ്റി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ സമയം വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ലോകത്തിൻ്റെ എവിടെ പോയാലും സാർ ഒന്ന് മിസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ജമാൽ സാറിൻ്റെ ഒരു ദിവസത്തിൽ ഒരു കാര്യം എന്തായിരിക്കും? ഫാമിലി തന്നെ.
ഫാമിലി മിസ് ചെയ്യും. ഈ വർഷം UAE ഫാമിലി ഇയർ കൂടിയാണ്, അപ്പം അത് പറയുന്നതിൽ പ്രൗഡിയുണ്ട്. അതേപോലെ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു രാജ്യം തരുന്ന സുരക്ഷ, അല്ലെങ്കിൽ നമ്മൾ വന്ന നമ്മുടെ സ്വപ്നങ്ങൾക്ക്, പല കുടുംബങ്ങൾക്ക് നമുക്ക് അന്വേഷിച്ചാൽ അറിയാം, നമ്മുടെ പ്രത്യേകിച്ചും കാസർഗോഡ് ഓരോ കുടുംബത്തിലും ഒരാളെങ്കിലും പ്രവാസിയാണ് ആയിരുന്നു. ആ ഒരു ചിറക് നൽകിയ ഈ ഒരു രാജ്യം തന്ന സുരക്ഷിതത്വം അതിനെങ്ങനെ നോക്കിക്കാണുന്നു സാർ? അത് വളരെ വൈകാരികമായിട്ടാണ് ഞങ്ങൾക്ക് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്. ഗൾഫ് ഇല്ലെങ്കിൽ നമ്മുടെ മലബാർ ചിലപ്പം 0 ആയിരിക്കും. എന്താ വെച്ചാൽ അന്ന് ആ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഉത്തരേന്ത്യനെ കുറിച്ചിട്ടൊക്കെ പറയാറുണ്ട്. ഉത്തരേന്ത്യയിൽ വിദ്യാഭ്യാസപരമായിട്ട് ബാക്ക്വേർഡ് അങ്ങനെയൊക്കെ, നമ്മുടെ മലബാറും ആ സ്ഥിതിയിലായിരുന്നു. എന്തോ ഗൾഫിൻ്റെ ഈ വലിയ വാതായനം തുറന്നത് കൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിൽ പഠിച്ചവരും പഠിക്കാത്തവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഇവിടെ വന്നിട്ട് അവർ ഒരുപാട് ജീവിതങ്ങളുണ്ടാക്കി. പിന്നെ ഗൾഫിൻ്റെ ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ കേരളം വേറെ ഒരു ലെവലിലേക്ക് തന്നെ എത്തും. നമ്മളിനി ആര് ഭരിച്ചാലും ആര് ഭരിച്ചിട്ടില്ലെങ്കിലും അതുണ്ടാവും. ഇടതും വലതൊക്കെ മാറി മാറി വരുന്നുണ്ട് സർ. അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് UAEയിലേക്ക് കയറി വരാൻ ഒരു വിസിറ്റ് വിസയും ഒരു ടിക്കറ്റും മാത്രമേ ഉള്ളൂ. രാവിലെ നമ്മൾ ചിന്തിക്കുകയാണ്, വൈകുന്നേരം നമുക്ക് രാത്രി കയറി വരാനുള്ള ഒരു സൗകര്യം. ഈ രാജ്യം തുറന്നു വെക്കുന്ന സാധ്യതകൾ, അതിനപ്പുറത്ത് മറ്റൊന്നും ഒരു പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നം അതിനപ്പുറത്തേക്ക് ഉണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞാൽ അത് അല്ല. ദുബൈയിൽ വരിക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അതൊരു സ്വപ്നമാണ്. ഇപ്പം പിന്നെ വളരെ എളുപ്പമായി. അന്നൊക്കെ ദുബൈയിൽ വരുന്ന എല്ലാവർക്കും അറിയാം, ദുബൈക്കാരനാകുക അല്ലെങ്കിൽ ദുബൈയിൽ വരിക, ഗൾഫിൽ വരിക, അതൊക്കെ വലിയൊരു സ്വപ്നങ്ങളാണ്. അതിന് നാട്ടിൽ എത്ര വലിയ ജോലി ചെയ്യുന്നവനെയും ചെറിയ ജോലിക്കാരനായ ദുബൈക്കാരൻ്റെ അടുത്തിലേക്ക് നമ്മളുടെ കണ്ണിലൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ ബാങ്ക് ബാലൻസ് ഒന്നും അറിയില്ല നമുക്ക്, എന്നാലും അപ്പോൾ കുട്ടികളെയൊക്കെ അട്രാക്ട് ചെയ്ത് ഒരു പരിധി വരെ അത് തന്നെയാണ്. അതേപോലെ ജമാൽ സാർ, ഇപ്പോൾ പുതിയതായിട്ടുള്ള ടോപ്പ് വേവ് ലെങ്ത്തിൽ നിൽക്കുന്ന ബിസിനസ്സുകാരുടെ എല്ലാം ഒരു ബൈറ്റ് വരാറുണ്ട്, കഥകളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവങ്ങൾ, അങ്ങനെ ഒരു പാസ്റ്റ്, അങ്ങനെ ഒരു ഹിസ്റ്ററി അങ്ങനെയുണ്ടോ? അത് സാധാരണ എല്ലാവരും പറയും, ഞാൻ പട്ടിണി കിടന്നിട്ടായിരുന്നു ഇങ്ങനെ എത്തിയത്, ഇല്ലെങ്കിൽ ഞാൻ ചായ വിറ്റിട്ടായിരുന്നു ഞാൻ വലിയ ആളായത്, ചായക്കട തുടങ്ങിയിട്ട്. അതൊക്കെ അലങ്കാരം പോലെ, അതൊരു അടിച്ചു വിടുന്നതെന്ന്. ഇത് സാധാരണ ഒരു ദിവസം പട്ടിണി കിടക്കാത്ത ആളോ ചെറിയ പണി ചെയ്യാത്ത ആളൊന്നും ആ കാലഘട്ടത്തിൽ ആരുമില്ല. എല്ലാവരും ആ കാലഘട്ടത്തിൽ കുറച്ച് സാമ്പത്തികമായിട്ട് വിഷമം ഉണ്ടായവരും പട്ടിണി കിടന്നവരൊക്കെ തന്നെയായിരിക്കും എല്ലാവരും. അത് അവൻ വലുതായത് കൊണ്ടോ ഇല്ലെങ്കിൽ അയാൾ ഇന്ന് സക്സസ് ആയതുകൊണ്ടോ അത് പറയുമ്പം അതൊരു കേൾക്കാൻ അത്രേ ഉള്ളൂ. അത് എല്ലാവരും അനുഭവിക്കുന്ന അനുഭവം തന്നെ. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ മലബാറിലൊക്കെ വീടുകൾ, മലബാറിൽ എന്നല്ല ലോകത്ത് മൊത്തം അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു ചെറിയൊരു ശതമാനം ജനങ്ങൾ എല്ലാ കാലത്തും നല്ല അഭിവൃദ്ധിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ അന്ന് ജീവിച്ചത്. അതേപോലെ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് ജമാൽ സാറിൻ്റെ ഒരു ബൈറ്റ്, നമ്മൾ ജോലി എടുക്കാനല്ല ജോലി കൊടുക്കാൻ ഫോക്കസ് ചെയ്യുന്നതാണോ എന്നുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് അത്രമാത്രം ഉന്നമനം അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സംഭവം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സാർ? അല്ല, ജോലി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതാണ്. നിങ്ങൾ പഠിക്കുമ്പം ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അത് ഓക്കെ, ജോലി നല്ല തന്നെ, നല്ല ജോലിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് കൂടാതെ നമ്മൾ ബിസിനസ് പലപ്പോഴും പഠിപ്പിക്കുന്നില്ല. അപ്പം ബിസിനസ്സുകാരനാകാൻ പഠിപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ജോലി എടുക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, ജോലി കൊടുക്കാനുള്ള കാര്യങ്ങൾ പഠിക്കണം. അതേപോലെ കാസർഗോഡിൻ്റെ ഇമോഷനെ കുറിച്ച് പറയുമ്പോൾ സർ, നല്ലൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അക്കാഡമി, സ്പോർട്സിലായിക്കോട്ടെ എഡ്യൂക്കേഷനിലായിക്കോട്ടെ, അങ്ങനെ ഒരു അക്കാഡമി ലെവലിൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം, അത് ഭയങ്കരമായിട്ട് നമ്മൾ ബാക്കിൽ തന്നെയാണ്. ഇന്ന് ബാംഗ്ലൂരിനാണ് ഒരു നോർമൽ ഒരു +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾ പിന്നെ ഒരു ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ പുറത്ത് തന്നെ പോകേണ്ടി വരുന്ന ഒരവസ്ഥ. ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ഇന്നും നമ്മളെ കുട്ടികൾക്ക് നിഷേധിച്ചു പോകുന്നു? അറിയില്ല, അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ആയി വന്നത്. പക്ഷേ എന്തായാലും കാസർഗോഡിലെ കുട്ടികൾക്ക്, പുതിയ തലമുറ നല്ല പൊട്ടൻഷ്യലുള്ള കുട്ടികളാണ്. അവർക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ബിസിനസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ടെക്നോളജി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ഗ്രാസ്പിങ് ചെയ്യാനുള്ള ഒരു പവറുള്ള കുട്ടികളാണ്. അപ്പോൾ എന്ത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവർ പഠിക്കാൻ തയ്യാറായിട്ടില്ല, ആ പാകത്തിലുള്ള കുട്ടികൾ നമ്മൾക്കിട്ട്. അപ്പം പഠിപ്പിക്കാൻ ഞങ്ങൾ മുതിർന്നവർ എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, അതിനെന്തൊക്കെയാണ് സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വേണം എന്നുള്ളതൊക്കെ അത് മുതിർന്നവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. കുട്ടികൾക്ക് അത് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പം ആ സാഹചര്യങ്ങൾ എന്തായാലും ഇനി ഗവൺമെൻറ് ഉണ്ടാക്കി തരുന്നില്ലെങ്കിലും
നമ്മൾ നാട്ടുകാർ അതിന് പ്രാപ്തരാന്ന്, ബിസിനസ്സുകാരാന്ന്, സാമ്പത്തികം ഇല്ലവരാന്ന്, അത് ചെയ്യണം ഒത്തുകൂടിയിട്ടെങ്കിലും. അതിൽ ഒരു ജമാൽ സാറും കൂടെ അതിൻ്റെ ഭാഗമാണ്. കാര്യം അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ലെവലൊരു റവല്യൂഷൻ കൊണ്ടുവരണമെങ്കിൽ ജമാൽ സാറിനെ പോലെയുള്ള ഒരുപാട് ബിസിനസ്സുകാർ കാസർഗോഡുണ്ട്. പല ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു പരിധിക്കപ്പുറത്ത് കാസർഗോഡ് ഏത് മേഖലയിലും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിക്കുന്നുണ്ടോ സാർ? അല്ല, പേടിക്കുകയും ചെയ്യില്ല. നല്ല സാധ്യതകളുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ ബിസിനസ്സുകാർ സ്വന്തം നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ ROI മാത്രമായിരിക്കുമല്ലോ നോക്കൽ. എൻ്റെ നാട്ടിൽ അത് വരണം എന്നുള്ളൊരു ചിന്ത കൂടെ ഉണ്ട്. ഇമോഷൻ ഉണ്ടാവും. ഇപ്പം ഒരു ഉദാഹരണത്തിന് അവന് ചിലപ്പം ഗൾഫിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 10% നമ്മളെ സ്വന്തം നാട്ടിൽ കിട്ടൂല. നമ്മൾക്കറിയാം വലിയ വലിയ ബിസിനസ്മാൻമാരൊക്കെ നമ്മളെ ഇന്ത്യയിൽ ചെയ്യും, നമ്മുടെ സ്വന്തം നാട്ടിൽ ചെയ്യുന്ന റിട്ടേൺ മാത്രം ആഗ്രഹിച്ചിട്ടായിരിക്കുമല്ലോ. ഇപ്പോൾ കുണിയയിലെ ആ വലിയ സ്ഥാപനം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് എനിക്ക് തോന്നുന്നില്ല എത്ര കൊല്ലം കൊണ്ട് അതിൻ്റെ റിട്ടേൺ വരുന്നു. അപ്പം അത് റിട്ടേൺ മാത്രം ഉദ്ദേശിച്ചിട്ടായിരിക്കൂല അവരത് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് വരണം എന്നുള്ള ആഗ്രഹം കൂടി. അപ്പം കാസർഗോഡിലെ ബിസിനസ്സുകാർ അതിൽ എനിക്ക് തോന്നുന്നു ഒരു പടി കൂടെ മുന്നിലാണ്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു പടി കൂടെ മുന്നിലാണ്. അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടെങ്കിലും ഗവൺമെൻറ്റിന് ലോക്കൽ ബോർഡിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാവരും തയ്യാറും. തീർച്ചയായിട്ടും അതിന് മുമ്പിൽ നിന്ന് നയിക്കാൻ ഒരു എൻറ്റിറ്റി, ഒരു ടീം ഉണ്ട് എങ്കിൽ ജമാൽ സാറിനെ പോലെയുള്ളവരും ആ ഒരു ഇമോഷൻ കണക്കിലാക്കി ആരും മാറി നിൽക്കൂല. ഞാൻ മാത്രമല്ല, ബിസിനസ്സുകാരായ കാസർഗോഡുകാർ അതിൽ നിന്ന് ആരും മാറി നിൽക്കുന്നു തോന്നുന്നില്ല. മാറി നിൽക്കുന്നവരായിട്ട് അങ്ങനെ തോന്നുന്നില്ല. എല്ലാവരും ആ ഒരു കോർപ്പറേഷൻ കാസർഗോഡിന് ഇമോഷൻ കാത്തു സൂക്ഷിക്കുന്ന എല്ലാവരും ഉണ്ടാവും. അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ കണ്ടിട്ടുണ്ട് സാർ. പ്രത്യേകിച്ചും കാസർഗോഡ് പലതും നേടിയെടുത്ത കാസർഗോട്ടെ ബിസിനസ്സുകാർ, ജമാൽ സാർ അടക്കമുള്ളവർ. അപ്പോൾ അവരുടെയൊക്കെ ഒരു എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വിഷൻ അത് നമ്മുടെ നാടിനും കൂടെ ആവശ്യമുള്ളതാണ്, അനിവാര്യമാണ്. അത് നമ്മുടെ ഗവൺമെൻറ്സും കാര്യങ്ങളും അവരൊക്കെ നോക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവരത് പരിഗണിക്കുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ സാർ, പുതിയൊരു ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന പുതിയ ബിസിനസ്സിലേക്ക്, പ്രത്യേകിച്ചും ഹോസ്പിറ്റാലിറ്റി കൈകാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ജമാൽ സാർ ചെയ്യുന്നു. അതേപോലെ തന്നെ ബിസിനസ്സിലേക്ക് വരുന്ന പുതിയ ജനറേഷന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് സാർ? പുതിയ ജനറേഷന് നമ്മളെന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നില്ല. അവർ നമ്മളെക്കാൾ അപ്ഡേറ്റാണ്. നമ്മൾ 10 കൊല്ലം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ട് ചെയ്യും അവർ. ഇപ്പോൾ സാധാരണ ഞാൻ പറയാറുണ്ട്, നമ്മളൊക്കെ പറയാറുണ്ട് ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ ഞാൻ ഇത്ര കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഇല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മാറ്റം വൈകിക്കുന്നത് ആ എക്സ്പീരിയൻസിൽ ആളായിരിക്കും. അഥവാ നമ്മൾ ഇത്ര കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും അവിടുത്തെ എന്തെങ്കിലും പുതിയ ഒരു കാര്യം വരുന്നതിന് തടസ്സം. അവരറിയും ഈ സ്റ്റൈലിൽ തന്നെ ഇത് 10-20 കൊല്ലമായി പോകുന്നു, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് നടക്കും എന്ന് ഒരു തോന്നൽ അവിടെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. അപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളെ എക്സ്പീരിയൻസ് പുതിയ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തോണ്ട് ചിലപ്പോൾ അതൊരു തടസ്സമായിരിക്കും. എൻ്റെ പഴയ എക്സ്പീരിയൻസ് ആണ് പുതിയ പിള്ളേർക്ക് ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. ഇല്ല ചില പഴയ ജനങ്ങൾ പഴയ എക്സ്പീരിയൻസ് ചെയ്തത് പുതിയ അപ്ഡേറ്റ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ പുതിയ പിള്ളേർക്ക് നമ്മൾ ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് തോന്നില്ല അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അതിനെക്കൊണ്ട് ഗുണമുണ്ടെന്ന്. പക്ഷേ ഇതുണ്ടായിരിക്കണം. ഇനി ഏത് കാലത്ത് നിങ്ങൾ എപ്പോഴും ബിസിനസ് ചെയ്യുമ്പം നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഷോർട്ട് കട്ടിലൂടെ നമ്മൾ എന്തെങ്കിലും വലിയ ബിസിനസ്മാൻ ആകാം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പരാജയപ്പെടും. അതൊരു മിഥ്യാധാരണ. അതേപോലെ സാർ, നമ്മളിപ്പോൾ റീൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാറുണ്ട്. ഒരു നാരങ്ങ മിഠായി പോലും വാങ്ങാതെ ഒരാൾ സ്റ്റേജിൽ കയറി നിന്ന് അമിത ആത്മവിശ്വാസം കൊടുക്കുന്ന പല പരിപാടികളും നമ്മൾ കാണാറുണ്ട്. അത്തരം ഡയലോഗുകൾസ് മാത്രം അല്ലാതെ ഗ്രൗണ്ട് വർക്കോ ഇതിൻ്റെ ബാക്ക് സ്റ്റേജ് വർക്കോ ഇതൊന്നും അറിയാതെ സംസാരിക്കുന്ന ഇത്തരം റീൽസുകളെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ? അതവരുടെ ജോലിയാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിനൊന്നും പറയേണ്ടതില്ല. അതവരുടെ ജോലിയാണ്. ചിലപ്പോൾ ചില ആളൊക്കെ അതിൽ മോട്ടിവേറ്റ് ആകുന്നുണ്ടാവും. ചില സമയത്ത് ആവശ്യമാണ്, ചില കാര്യങ്ങൾ മോട്ടിവേഷൻ ആവശ്യമാണ്. നന്നായിട്ട് ഡെസ്പായിട്ടിരിക്കുമ്പോൾ ഒക്കെ മോട്ടിവേഷൻ ഒരു റീലൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും. അത് ആവശ്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം നടക്കില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, കണ്ടിന്യൂ വർക്ക്. ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, കേട്ട സ്റ്റോറിയാണ്. അപ്പോൾ ഒരാളോട് ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്യുമ്പം അയാളോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ച്, നിങ്ങൾ ലക്ക് കൊണ്ട് ഇങ്ങനെ സക്സസ് ആയതല്ലേ എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ്, എല്ലാവരുടെ മുകളിലൂടെയും ലക്ക് പോകാറുണ്ട്, എൻ്റെ മുകളിലൂടെ ലക്ക് പോകുമ്പോൾ ഞാൻ ചാടി പിടിച്ച് അതുകൊണ്ടാണ്.
അപ്പം പറഞ്ഞു ചാടി പിടിക്കാനുള്ളതും ഒരു ലെക്കല്ലേ എന്ന് പറഞ്ഞു. എന്നാൽ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ എല്ലാ ദിവസവും ചാടും, എൻ്റെ മുകളിലൂടെ പോകുമ്പോൾ എനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ചാടുക, ഒരു ദിവസം ലക്ക് തീർച്ചയായിട്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം ലക്ക് നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ എല്ലാ ദിവസവും സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം റീച്ചോ, ഇല്ലെങ്കിൽ എല്ലാ ദിവസവും റീൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം റീച്ചോ. ഏതെങ്കിലും ഒരു അതുപോലെ തന്നെ എല്ലാ ജീവിതത്തിലും അതുപോലെ തന്നെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക, കൺസിസ്റ്റൻസി, ഫോളോ അപ്പ്, ഇതൊക്കെ പ്രധാന ഘടകമാണ്. അതേപോലെ സാർ, പുതിയൊരു ജനറേഷൻ എഡ്യൂക്കേഷനോടൊപ്പം തന്നെ യൂത്ത് അധികവും ഡ്രഗ്സിലും അങ്ങനെയൊക്കെ പോകുന്നുവെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ചും നമ്മളെ നാട്ടിൽ അതിൻ്റെ കേസ് റേഷ്യോ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് തടയിടാൻ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ഒരു പരിധിക്ക് അവരുടെ കഴിവിൻ്റെ അങ്ങേയറ്റം ശ്രമിക്കുന്നുമുണ്ട്. സ്കൂൾ കോളേജ് തലത്തിൽ എല്ലാവരും പരമാവധി ക്യാമ്പയിനുകളൊക്കെ കൊണ്ടുപോകും. എന്നിരുന്നാലും സർ, ഒരു പരിധിക്കപ്പുറത്ത് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ? കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ നാട്ടിൽ മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ബാലവേല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ബിസിനസ് ചെയ്തുകൂടാ, കുട്ടികൾ ജോലി ചെയ്തുകൂടാ, പഠിക്കുന്നവർ പഠിച്ചു കഴിഞ്ഞ് 10-25 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ജോലി ചെയ്യാൻ തുടങ്ങിക്കൂടൂ എന്നുള്ള ഒരു മോശം മെസ്സേജ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ കുട്ടികൾ ഇതൊക്കെ പോകുന്നത്, കുട്ടികളെ പഠിക്കുമ്പം തന്നെ അവരെ എൻഗേജ് ആക്കുക. വേറെ ഏതെങ്കിലും തരത്തിൽ ബിസിനസ് ആയിക്കഴിഞ്ഞാലും മറ്റേതെങ്കിലും ജോലിയിലായി കഴിഞ്ഞാലും എൻഗേജ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലുള്ളതിലേക്കും പോവില്ല, ഡ്രഗ്സിലേക്കും കാര്യങ്ങളിലേക്കും പിള്ളേരും വഴിതിരിഞ്ഞു പോവില്ല. അപ്പോൾ അവർ ഒരു ഏരിയയിലെങ്കിൽ അവർ സീരിയസ് ആവും. അപ്പോൾ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളിപ്പം ജുംബ ഡാൻസ് പഠിപ്പിക്കുന്നതിന് വന്നിട്ട് പിള്ളേർക്ക് വേറെ എന്തെങ്കിലും സ്കില്ല് പഠിപ്പിക്കുക. അപ്പോൾ നമ്മളെ പുതിയ കുട്ടികൾ പ്രൊഡക്റ്റീവ് അല്ല. നമ്മൾക്കൊക്കെ അറിയാം, ചൈനയിലൊക്കെ ചിലപ്പോൾ രാവിലെ ഉറങ്ങിച്ചിട്ട് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട്. സ്കൂളിലും ഇതേപോലെ ഹിസ്റ്ററിയും ഈ പാട്ട് പഠിപ്പിക്കലും കഥ പഠിപ്പിക്കലിന് അപ്പുറത്തേക്ക് പ്രാക്ടിക്കലായിട്ടാണ് ചൈനയിൽ അവരുടെ അഭിരുചി എന്താണോ ജീവിതം പഠിപ്പിക്കുക എന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളുടെ ഈ തിന്മകളിൽ നിന്നൊക്കെ കുട്ടികൾ മാറി നിൽക്കും. കുട്ടികൾക്ക് അറിയില്ലല്ലോ, കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ടത് നമ്മൾ മുതിർന്നവരാണ്. ഇപ്പം പിന്നെ മുതിർന്നവരും അത് ചെയ്യുന്നത് കൊണ്ട് പിന്നെ കുട്ടികളെ ഉപദേശിക്കാൻ വല്ലാണ്ട് കഴിയില്ല. അതായത് അന്നത്തെ യങ്സ്റ്റേഴ്സെല്ലാം ഇപ്പൊ ഉപദേശിക്കേണ്ടവരൊക്കെ അമ്മമാരില്ല, ആ ഒരു ലെവലിലെത്തി. അതേപോലെ സർ, ഇന്ന് ഏറ്റവും അധികം കൂടുതൽ കുട്ടികൾ നമുക്ക് വന്നിട്ട്, അന്ന് പണ്ടത്തെ ആ ഒരു സ്ഥിതിയല്ല, എല്ലാവരും അധികവും വൈറ്റ് കോളർ ജോബിൽ തന്നെയാണ്. UAE എവിടെയാണെങ്കിലും നമ്മൾ വന്ന് കയറുന്ന അത്യാവശ്യം വിദ്യാഭ്യാസം നേടി. അപ്പോൾ ഒരു സാമ്പത്തിക ഭദ്രത, അതിൻ്റെ ഒരു സുരക്ഷിതത്വം, അത് എങ്ങനെയാണ് സാർ? അതിൻ്റെ ഒരു ഉപദേശം പുതിയൊരു ജനറേഷന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ. ഞാൻ ഇതിനു മുന്നേ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിനാൻഷ്യൽ ലിറ്ററസി അതിൻ്റെ ഒരു കുറവ് നമ്മുടെ പുതിയ കുട്ടികൾക്കുണ്ട്. അത് ബാക്കിയുള്ളതിലൊക്കെ കേരളത്തിൽ പിന്നെ സമ്പൂർണ്ണ സാക്ഷരതയൊക്കെ ആണെങ്കിലും പിന്നെ ഇതിൻ്റെ ഒരു കുറവുണ്ട്. അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സാമ്പത്തിക അച്ചടക്കങ്ങൾ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പുതിയൊരു ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഫൈനൽ മെസ്സേജ് എന്താണ് സാർ? അവർ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ എല്ലാവരോടും പറയലുണ്ട്, നമ്മൾ എപ്പോഴും നമ്മളുടെ എന്തെങ്കിലും ചെറിയ തുകയെങ്കിലും നമ്മൾ എല്ലാ മാസവും ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് കരുതി വെക്കണം. ഒരു സമ്പാദ്യത്തിൽ നിന്ന് നല്ലൊരു ശതമാനം അല്ലെങ്കിൽ അങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ പുതിയൊരു ഫ്യൂച്ചറിൽ ഇത്രയും കോമ്പറ്റീഷനുള്ള മാറ്റിവെക്കലല്ല, ഇൻവെസ്റ്റ് ചെയ്യണം. മാറ്റിവെക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സേവിങ്സിനെ കൊണ്ട് കാര്യമില്ല. ചിലപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ 1 ലക്ഷം ഉറുപ്പ്യൻ്റെ വാല്യൂ നാളെ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഇന്ന് 1 ലക്ഷത്തിനുകൊണ്ട് കിട്ടുന്നത് നാളെ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം മാറ്റിവെക്കുന്നത് നമ്മളൊന്നുകൂടെ നമ്മളുടെ സമ്പാദ്യത്തിനെ മടിയനാക്കിയെന്ന്. അപ്പം അവിടെ കിടക്കുക. ആ സമ്പാദ്യത്തിന് നമ്മളെ സമ്പത്ത് ഒന്നുകൂടെ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട് അതിനെ വലുതാക്കണം. അല്ലാതെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഈവൻ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പ്രോപ്പർട്ടീസിലോ കാര്യങ്ങളിലോ അത് പർച്ചേസ് ചെയ്തിട്ടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിന് അപ്രിഷിയേഷൻ ഉണ്ടാവും. മറ്റ് നമ്മൾ സേവിങ്സിൽ അപ്രിഷിയേഷൻ ഉണ്ടാവില്ല. ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മളെ ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ നോക്കുമ്പോൾ എത്രയോ താഴെയാണ്. അതേപോലെ സർ, ബൈതാൻസ് ഗ്രൂപ്പിൻ്റെ പുതിയ എന്തെങ്കിലും പ്രോജക്റ്റ് കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെയോ നാട്ടിലോ പ്രത്യേകിച്ച് പെട്ടെന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാവുന്നത് പ്ലാൻ ചെയ്യുന്നുണ്ടോ സർ? ഇപ്പോൾ പൈപ്പ് ലൈനിൽ ഒന്നുമില്ല, ഇൻഷാ അല്ലാ വരും തീർച്ചയായിട്ടും. എന്നാലും കാസർഗോഡിൻ്റെ ഒരു ഇമോഷന് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തോ ആതുര സേവന രംഗത്തോ മറ്റെന്തെങ്കിലും നമ്മൾക്ക് കാസർഗോട്ടുകാർക്ക് നാട്ടിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാവോ സർ? ഇൻഷാ അല്ലാ അങ്ങനെ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ. പിന്നെ ടൂറിസത്തിന് നല്ല പൊട്ടൻഷ്യലാണ്. ബേക്കൽ ഫോർട്ടൊക്കെ അവിടെ നിങ്ങൾക്കറിയാം, നമ്മളെ ഇൻഡസ്ട്രിയൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ അത് ഗവൺമെൻറ് കൂടെ ഒന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വിപുലമാവും, നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും സർ, എന്തായാലും ഇത്രയും നേരത്തെ സാറിൻ്റെ വിലയേറിയ സമയവും അതുപോലെ തന്നെ അനുഭവങ്ങളും നമ്മളുമായിട്ട് പങ്കുവച്ചതിന് വളരെയധികം നന്ദിയുണ്ട് സർ. താങ്ക് യു വെരി മച്ച്. വെൽക്കം.